ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദ പഞ്ചാംഗം സൗമറമ്പ 7-ാം ഞായർ, ഓശാന ഞായർ, കുരുത്തോല ഞായർ. ലൂക്കാസിന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെ വചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അവൻ ഇത് പറഞ്ഞതിനു ശേഷം മുമ്പിൽ നടന്നുകൊണ്ട് യെറൂസലേമിലേക്ക് ആരോഹണം ചെയ്തുകൊണ്ടിരുന്നു. ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ ശിഷ്യന്മാർ 2 പേരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവേൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണും. അതിനഴിച്ചു കൊണ്ടുവരുവേൻ. അതിനഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന് ഉടമസ്ഥർ അവരോട്, കഴുതക്കുട്ടി അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് യേശുവിനെ കയറ്റിയിരുത്തി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ചരിവിനെ സമീപത്തെത്തിയപ്പോൾ ശിഷ്യന്മാരുടെ ഗണം മുഴുവൻ തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തകളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്നവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓശാന ഞായറാഴ്ച സംഭവിച്ച വലിയ മഹാസംഭവമാണ്. അതിന്റെ ഓരോ ദൈവശാസ്ത്ര വശങ്ങളാണ് ഓരോ സുവിശേഷകനും ഹൈലൈറ്റ് ചെയ്യുന്നത്. ലൂക്കാസിന്റെ സുവിശേഷത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, അവൻ ആരോഹണം ചെയ്തുകൊണ്ടിരുന്നു. ആരോഹണം യെറൂസലേമിലേക്ക് അവനിത് പറഞ്ഞതിന് ശേഷം മുമ്പിൽ നടന്നുകൊണ്ട് യെറൂസലേമിലേക്ക് ആരോഹണം ചെയ്തുകൊണ്ടിരുന്നു. മുമ്പിൽ നടന്നുകൊണ്ട് യെറൂസലേമിലേക്ക് ആരോഹണം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എറണാകുളത്തെ വിമത വൈദികർ ഇത് കേൾക്കരുത്. കാരണം കർത്താവ് മുമ്പിൽ നടക്കുന്നു, അതിന്റെ പുറകിലെ ശിഷ്യന്മാര്. അപ്പൊ ശിഷ്യന്മാര് കർത്താവിന്റെ പൃഷ്ഠമാണ് കാണുക. ഈ എറണാകുളത്തുള്ളവർക്ക് ഈ ആരെങ്കിലും പൃഷ്ഠം കണ്ടാൽ അവർ മോഹാലസ്യപ്പെടും. അതുകൊണ്ട് അവർ കർത്താവിന്റെ മുമ്പിൽ കർത്താവിനെ അവർ പൃഷ്ഠം കാണിക്കുകയുള്ളൂ. കർത്താവിന്റെ പൃഷ്ഠം കാണാൻ അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ ഈ ഓശാന ഞായറാഴ്ച ഒന്നും അവർ ഈ തിരുവചനം വായിക്കരുത്. കാരണം യേശു മുമ്പിൽ നടന്നുകൊണ്ട് യെറൂസലേമിലേക്ക് ആരോഹണം ചെയ്യാണ്, മുമ്പിൽ നടന്നുകൊണ്ട്. ശിഷ്യന്മാർ പറയില്ല. അപ്പൊ ഈശോയുടെ പൃഷ്ഠം കണ്ടാൽ ശിഷ്യന്മാർക്ക് കുഴപ്പമില്ല. പക്ഷേ എറണാകുളത്തെ വിമത വൈദികർക്ക് കുഴപ്പമുണ്ട്, മുന്നേറ്റക്കാർക്കും കുഴപ്പമുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഭൂമിയിൽ സമാധാനം നമ്മൾ കേട്ടിരിക്കുന്നത്, കർത്താവിന്റെ ജനന സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ സ്വർഗത്തിൽ സമാധാനം. അപ്പൊ എന്താണ് ഈ വ്യത്യാസം? അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ആരോഹണം എന്ന വാക്ക് അനബൈനോൻ എന്നാണ് അതിന്റെ ഗ്രീക്ക്. അനബൈനോൻ, മുകളിലേക്ക് ഇങ്ങനെ പോകുക. ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ അതൊരു കയറ്റമാണ്. യെറിഹോയിൽ നിന്ന് 3300 അടി ഉയരത്തിലാണ് യെറൂസലം. ഇവിടെ ദൈവശാസ്ത്രം കൂടി അതിലേക്ക് തുന്നിച്ചേർക്കുകയാണ്. ഭൂമിശാസ്ത്രപരം ഇങ്ങനെ കയറ്റമാണ്, അതിലേക്ക് ദൈവശാസ്ത്രം തുന്നിച്ചേർത്തിരിക്കുക. ആ ദിവസങ്ങളിൽ യെറൂസലേമിൽ നടക്കാനുള്ള പുറപ്പാടിനെ കുറിച്ചാണ്, ആരോഹണത്തെക്കുറിച്ചാണ് രൂപാന്തരി ഭാവത്തിൽ യേശു മോശയും ഏലിയായൊക്കെ സംസാരിച്ചതെന്ന് ലൂക്കാസ് 9:31 പറയുന്നുണ്ട്. ഇതിപ്പോ 19:28 പറയാണ്. ആ പുറപ്പാട്, ആ ആരോഹണം അതോടെ നടക്കുകയാണ്. പിതാവിന്റെ പക്കലേക്കുള്ള കടന്നുപോകൽ തന്നെയാണ് യേശു ഇപ്പോൾ അർത്ഥം. ഈ കയറ്റം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കയറ്റമാണ്. യെറൂസലേമിലേക്ക് കയറ്റമാണ് ഭൂമിശാസ്ത്രപരമായിട്ട്. അത് സ്വർഗത്തിലേക്കുള്ള കയറ്റത്തിന്റെ ഒരു സൂചനയായിട്ടാണ് എല്ലാ സുവിശേഷകന്മാരും കാണുന്നത്. ഈ ആരോഹണത്തിന്റെ ലക്ഷ്യം ജെറൂസലമാണ്, ഇല്ലേ? അവിടെ വെച്ചിട്ടാണ് യേശു മരിക്കുക. പക്ഷേ അത് പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള പുറപ്പാടിന്റെ നന്ദിയാണ്. ചുരുക്കത്തില് യേശുവിന്റെ പുറപ്പാടും കടന്നു പോകലും ആരോഹണവുമാണ് ക്രിസ്തു മാർഗത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. പിതാവിന്റെ പക്കലേക്കുള്ള ആ കടന്നു പോകൽ തന്നെയാണ് യേശു ഇപ്പോൾ. അത് സംഭവിക്കുന്നത് യെറൂസലേമിൽ മരിക്കുമ്പോഴാണ്. അതുകൊണ്ട് യെറൂസലേമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുമ്പിൽ തന്നെ നിന്നിട്ട്. തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്ന ഈശോയാണ്. തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്ന വൈദികനും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ദൈവോന്മുഖമായി നടക്കാൻ പറയണേ. പിതാവിന്റെ പക്കലേക്ക് ദൈവോന്മുഖമായി നടക്കാൻ പറയുന്നതിന്റെ കാരണം അതാണ്. ഈ യേശുവിന്റെ പുറപ്പാട്, കടന്നുപോകല്, ആരോഹണം, അതാണ് ക്രിസ്തു മാർഗത്തിന്റെ അടിത്തറ. ഇപ്പൊ കർത്താവ് ഭൂമിശാസ്ത്രപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് യെറൂസലമാണ്. അവിടെ വെച്ച് മരിക്കും, അവിടെ തന്നെ അവൻ ഉയർക്കും, അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും. അവിടെ നിന്നാണ് സഭ ലോകത്തിന്റെ അറ്റം വരെ കർമ്മദൗത്യവുമായി പോവുക. അപ്പോൾ പണ്ടേ ആരംഭിച്ച ദൈവിക പ്രവൃത്തികളുടെ തുടർച്ച, അതാണ് ഈ യെറൂസലം പ്രതീകവൽക്കരിക്കുന്നത്. അവിടേക്ക് ഇങ്ങനെ
പോകുന്നതായിട്ട് അവതരിപ്പിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങള് കർത്താവിന്റെ ഒരേ ഒരു പെസഹായെ വർണ്ണിക്കുന്നുള്ളൂ. ആ പെസഹ എന്ന് പറയുന്നത് യഹൂദരുടെ പെസഹയല്ല. പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. യേശുവിന്റെ കുരിശുമരണവും പുനരുത്ഥാനവുമായി പെസഹയാണ് സമാന്തര സുവിശേഷകന്മാർ ഉദ്ദേശിക്കുന്ന പെസഹ. അന്നാ പെസഹ തിരുനാൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ യഹൂദന്മാരുടെ പെസഹ തിരുനാളിനെ കുറിച്ചാണ് ചിന്തിക്കണേ. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. സമാന്തര സുവിശേഷങ്ങൾ സൂചിപ്പിക്കുന്ന പെസഹ എന്ന് പറയുന്നത് പാസ് ഓവർ, ഈ ലോകത്തു നിന്നും പിതാവിന്റെ പക്കലേക്ക് കടന്നു പോക്കെന്നാണ് അതിന്റെ അർത്ഥം, പുറപ്പാട്. ആ പെസഹ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. യേശുവിന്റെ കുരിശുമരണവും പുനരുത്ഥാനവുമായി പെസഹായെ കുറിച്ചാണ് അവർ പറയണേ. യേശുവിന്റെ ജീവിതപാത ഗലീലിൽ നിന്നും ജെറൂസലമിലേക്കുള്ള ഒരു ആരോഹണ തീർത്ഥാടനമായി അവതരിപ്പിക്കുകയാണ് അവര്. ഞാൻ പറഞ്ഞല്ലോ, ഭൂമിശാസ്ത്രപരമായ കയറ്റമാണത്. പക്ഷെ ആ മേൽപ്പടവുകളിലേക്കുള്ള കയറ്റം സ്വർഗത്തിലേക്കുള്ള കയറ്റത്തിന്റെ ഒരു ചിത്രമായിട്ടാണ് സുവിശേഷകന്മാര് കാണുന്നത്. ഈ 3 പ്രവചനങ്ങളാണ് തന്റെ മരണത്തെക്കുറിച്ച് ഈശോ നൽകുന്നത്, സമാന്തര സുവിശേഷകൻ നൽകുന്നത്. അത് ഇതിന്റെ 3 പടികളാ. ഈ ജെറൂസലമിലേക്കുള്ള 3 പടികള്, സ്വർഗത്തിലേക്കുള്ള 3 പടികള്. ആ തരത്തിലാണ് കാണുന്നത്. കാൽവരുടെ പടവുകളാണത്. അതുകൊണ്ടാണ് കാൽവരുടെ 3 പടവുകൾ മാർ തോമസ് ലീബയുടെ താഴെ നമ്മൾ കൊടുക്കുന്നത്. ഈ ബഹിർഭാഗത്തുമായി ഈ ചവിട്ടുപടികളിലെ കയറ്റം യേശു പൂർത്തിയാക്കിയ ആന്തരിക കയറ്റത്തിലേക്ക് സൂചന നൽകുന്നു. ആത്മാവിന്റെ ഉള്ളറയിലേക്കുള്ള ആരോഹണ തീർത്ഥാടനത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലമായ ദേവാലയത്തേക്കുള്ള പ്രയാണമാണിത്. നിയമാവർത്തന പുസ്തകം 12, 11, 14, 23. യേശുവിന്റെ ഈ ആരോഹണത്തിന്റെ ആത്മീയമായ ലക്ഷ്യം എന്താണ്? പഴയ നിയമകാലത്തെ ബലികളെല്ലാം മാറ്റി പ്രതിഷ്ഠിച്ച് ഒരേ ഒരു ഏക ബലിയായ കുരിശിലെ തന്റെ ആത്മസമർപ്പണം. ആധ്യാത്മികമായി പറഞ്ഞാല് മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വിശുദ്ധ മന്ദിരത്തേക്കുള്ള ഒരു കയറ്റമല്ല ഇത്. പിന്നെയോ സ്വർഗത്തിലേക്ക്, ദൈവത്തിന്റെ അനന്തവും നിസ്തുലവുമായ സന്നിധിയിലേക്കുള്ള പ്രയാണമാണിത്. ഹെബ്രായലേഖനം 9:24. അതുകൊണ്ട് തന്നെ ഇതൊരു ആരോഹണമാണ്, ദൈവത്തിന്റെ സന്നിധാനത്തേക്കുള്ള കയറ്റമാണ്. കുരിശന്റെ പാതയിലൂടെയാണെന്ന് മാത്രം. അനന്തമായ സ്നേഹത്തിന്റെ, ഏതറ്റം വരെയും പോകുന്ന സ്നേഹത്തിന്റെ, യോഹന്നാൻ 13:1. പാരമ്യത്തിലേക്കുള്ള ഏതറ്റം വരെ പോകുന്ന സ്നേഹത്തിന്റെ അത്യുച്ഛയിലേക്കുള്ള ആരോഹണമാണിത്. ഈ അനന്തമായ സ്നേഹത്തിലേക്കുള്ള ആരോഹണമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം. ഞാൻ ഒന്ന് ആവർത്തിക്കുക, ഈ അനന്തമായ സ്നേഹത്തിലേക്കുള്ള ആരോഹണമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം. ദൈവത്തിന്റെ ആലയത്താൽ അലങ്കൃതമായ വിശുദ്ധ നഗരി എന്ന ജെറൂസലേമും യഹൂദന്മാരുടെ പെസഹ എന്ന് വിശുദ്ധ യോഹന്നാൻ എടുത്തു പറയുന്ന പെസഹ തിരുനാളുമാണ് യേശുവിന്റെ തീർത്ഥയാത്രയുടെ ആദ്യ ലക്ഷ്യം. 12 സ്ലീഹന്മാരെ മാത്രം കൂട്ടിക്കൊണ്ടാണ് അവൻ തന്റെ യാത്ര ആരംഭിച്ചത്. യാത്രക്കിടയിൽ സഹയാത്രയുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആ തൃപ്പാദങ്ങൾ കടന്നുപോയ വഴിയെ സഞ്ചരിക്കാൻ നിയോഗവരം ലഭിച്ചവരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ അവരെന്താ ചെയ്തത്? അവര് കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെന്ന് ഏറ്റു പറഞ്ഞു. പെസഹ തിരുനാള്, കൂടാര തിരുനാള്, പെന്തക്കോസ്ത് തിരുനാളിലൊക്കെ ജെറൂസലമിലേക്ക് തീർത്ഥാടകർ വരുമ്പോൾ പാടുന്ന പാട്ടാണ് ഈ 118-ാം സങ്കീർത്തനം. അതിലത്തെ ഒരു വചനമാണ് ഈ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അത് പാടിക്കൊണ്ട് ജനക്കൂട്ടം യേശുവിനെ എതിരേൽക്കാണ്. ഇസ്രായേൽ ജനത തങ്ങൾ തീർത്ഥാടന ആരാധനക്രമത്തിൽ പാടിയിരുന്ന പാട്ട്, വാഴുവിന്റെ വചനങ്ങള് ഇപ്പോൾ ഈശോമിശിഹായെ കുറിച്ചുള്ള പ്രഘോഷണങ്ങളായി അവരുടെ അധരങ്ങളിൽ നിന്ന് പിറന്നു വീഴുകയാണ്. 118-ാം സങ്കീർത്തനം 20-ാം വാക്യം. യേശു പറഞ്ഞ വചനം പൂർത്തിയാകുകയാണ്. 13:35 പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നവരെ നിങ്ങൾ എന്നെ കാണില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കർത്താവ് ഇതിനു മുമ്പ്. അത് പൂർത്തിയാകുകയാണ്. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തന്റെ ആലയത്തിലേക്ക് വരുമെന്ന് മലാക്കി പ്രവചിച്ചിരുന്നു. ആ പ്രവചനം നിവൃത്തിയാക്കുകയാണ് യേശു. തീർന്നില്ല. വരാനിക്ക് നീ തന്നെയോ എന്ന് സ്നാപകൻ ചോദിച്ചിരുന്നു. 7:19 ലൂക്കാസ്. അന്തിമമായി ഉത്തരവിടെ നൽകപ്പെടുന്നു, വരാനിരുന്ന രാജാവ് ഇവൻ തന്നെ, യേശു തന്നെ എന്ന് ഉത്തരം നൽകുകയാണ് ജനങ്ങള്. ഇപ്പോ ഇതിന്റെ പ്രസക്തി എന്താണ്? വിശുദ്ധ കുർബാനയിലെ കർത്താവിനെ സഭ അഭിവാദ്യം ചെയ്യുന്നത് ഇപ്പോൾ വരുന്നവനായിട്ടാണ്. അവൻ വരുന്നു പന്തക്കസ്തക്കാരക്കനും ഈ സകല മൂലകളിലും വിളിച്ചെന്ന് പറയും. അതെ, അവൻ വരുന്നു. എവിടെ? കത്തോലിക്ക പള്ളിയിൽ. അവൻ കുർബാനയിലൂടെ വരുന്നു. ബലിപീഠത്തിലേക്ക് മാത്രമല്ല, നമ്മിലേക്ക് അവൻ വരുന്നു, ഇപ്പോൾ വരുന്നു. ഈ സഭയുടെ മധ്യത്തിലേക്ക്, സഭാ കൂട്ടായ്മയുടെ ഇടയിലേക്ക് ദിവ്യാത്മാവിന്റെ ദീപ്തി ചൈതന്യത്തോടെ പ്രവേശിക്കുന്നവനെയാണ് സഭ സ്വാഗതം ചെയ്യുന്നത്. അതേസമയം തന്നെ അവൾ അഭിവാദ്യം ചെയ്യുന്നത് ഭാവിയിൽ തുടർന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നവനെയാണ്. അവന് ശരിക്കും വരും, ഇപ്പൊ കൗതാശികമായി വരും, ശരിക്കും വരും. ദ്വിതീയാഗമനത്തിൽ വരാനിരിക്കുന്ന തന്നെയാണ് ഇപ്പൊ കൗതാശികമായിട്ട് ഇപ്പൊ വരുന്നത്. അപ്പോൾ അവൻ തന്നെയാണ്, ഈ വരാനിരിക്കുന്ന തന്നെയാണ് അവന്റെ പുനരാഗമനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ആ തീർത്ഥാടനത്തിന്റെയും
തലവൻ കർത്താവ് ഈശോ മിശിഹ തന്നെയാണ്. തീർത്ഥാടകൻ എന്ന നിലയിൽ നാം അവന്റെ പക്കലേക്ക് പോകുന്നു. തീർത്ഥാടകൻ എന്ന നിലയിൽ അവൻ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ട് നമ്മെ നമ്മുടെ തീർത്ഥാടനത്തിന് നേതൃത്വം കൊടുക്കുന്നു. ആ വരവിൽ അവൻ തന്റെ കുരിശിലേക്കും ഉത്ഥാനത്തിലേക്കുമുള്ള ആരോഹണത്തിലേക്ക് നാം എടുത്തു വെക്കുന്നു. അതാണ് കുർബാന. തന്റെ ശരീരത്തോട് നാം ഐക്യപ്പെടുത്തുന്ന ആ കുർബാന കുരിശിലേക്ക് നമ്മൾ എടുത്തു വെക്കുകയാണ്, ഉത്ഥാനത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കുകയാണ്, സ്വർഗാരോഹണത്തെ നമ്മൾ എടുത്തു വെക്കുകയാണ്. അതിനാൽ സ്വർഗത്തിൽ സമാധാനം. യേശു ജനിച്ചപ്പോഴും മാലാഖമാര് ആലപിച്ച ഗാനം എന്താണ്? ഭൂമിയിൽ സമാധാനം. ലൂക്കാസ് 2:14. ഇപ്പൊ പറയുന്നത് സ്വർഗത്തിലും സമാധാനം. കാരണം എന്താ? നമ്മെ കുരിശിലേക്ക്, ഉത്ഥാനത്തിലേക്ക്, സ്വർഗാരോഹണത്തിലേക്ക് എടുത്തു വെക്കുകയാണ് വിശുദ്ധ കുർബാനയില്. അപ്പൊ സ്വർഗത്തിലും സമാധാനമായി. ദൈവത്തിന്റെ ജനത്തിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ദാനമായി സമാധാനം. ആ സമാധാനം ഇപ്പോൾ യേശു കൊണ്ടുവരുന്നു. വാസ്തുവിൽ യേശു തന്നെയാണ് ഈ സമാധാനം. പട്ടാളത്തിന്റെയും പോലീസിന്റെയും മിസൈലുകളുടെയും അകമ്പടിയോടെ അക്രമം അടിച്ചമർത്തുന്ന നയം ഇല്ലേ, അതാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്നത്. പക്ഷെ അതല്ല ദൈവം കൊണ്ടുവരുന്ന സമാധാനം. ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്നതോടെ ഭൂമിയിലുണ്ടായ അവസ്ഥയാണ് സമാധാനം. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് സമാധാനം. ആ സമാധാനം യേശു എന്ന ആളാണ്. അതായത് നാം സമാധാനം എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ്. യേശു എന്ന ആള്, അവനാണ് പിതാവിന് മുമ്പിൽ നമ്മുടെ സമാധാനം. അവനാണ് പിതാവിന് മുമ്പിൽ നമുക്ക് വേണ്ടി സമാധാനം ബോധിപ്പിക്കുക. ഈ സമാധാനമാണ് പ്രേക്ഷിത വേലയ്ക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ പകർന്നു നൽകേണ്ടത്. നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ സമാധാനം പറയുന്നത് യേശുവാണ്. അതാണ് സമാധാനം, നമ്മുടെ സമാധാനം. സ്വസ്ഥതയല്ല, യേശു എന്ന ആളാണ് നമ്മുടെ സമാധാനം. സ്വർഗത്തിലും ഭൂമിയിലും സമാധാനം സ്ഥാപിക്കുകയാണ് കർത്താവിന്റെ നാമത്തിൽ വരുന്നവനായ ഈശോ മിശിഹ. സ്വർഗത്തിന് സമ്മാനമായ സമാധാനം സ്ത്രീ പുരുഷന്മാർക്ക് കൊടുക്കാനാണ് യേശു വന്നത്. സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പര്യായ പദമാണ്. പിണങ്ങിപ്പോയ മനുഷ്യവംശവും ദൈവവും തമ്മിൽ സമാധാനം സ്ഥാപിക്കുന്നത് യെരൂസലേമിൽ സംഭവിക്കുന്ന യേശുവിന്റെ കുരിശുമരണത്തോടെയാണ്. അവനിൽ ദൈവവും മനുഷ്യൻ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതാണ് സമാധാനം. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഇതാണ് ഓശാനയിൽ സംഭവിച്ചതായിട്ട് ലൂക്കാസ് അവതരിപ്പിക്കുന്നത്. സ്വർഗത്തിൽ സമാധാനം. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സമാധാനം തന്നെയായ ദൈവം ഈ ഭൂമിയിൽ വന്ന് പാർത്തു, നമ്മെ അവനിലേക്ക് എടുത്തു വെച്ചു. ഇതാണ് സ്വർഗത്തിൽ സമാധാനം. നമ്മളിപ്പോ സ്വർഗത്തിലാണ്, വിശ്വസിച്ചാലുമില്ലെങ്കിലും. ഈ ഞാൻ ആവർത്തിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കാരണം ഇത് പലരും പറയാത്തത് കൊണ്ടാണ്. ഈ യേശുക്രിസ്തുവിന് മുമ്പും യേശുക്രിസ്തുവിന് ശേഷവും ലോകം ഒരുപോലെയല്ല. ഇപ്പം 200 കോടി ക്രിസ്ത്യാനികളുണ്ട്. അതിൽ 130 കോടി 140 കോടി കത്തോലിക്കരാണ്. അതിൽ ഒരു കുറച്ച് കോടി ഒഴിച്ച് ബാക്കി എല്ലാവരും പള്ളിയിൽ പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു. അതായത് അന്ന് മറിയത്തിന്റെ ഗർഭത്തിൽ കണ്ട അതേ കർത്താവാണ് ഇന്ന് വേറെ രൂപത്തിൽ നമ്മിലേക്ക് വരുന്നത്. എന്നിട്ട് കർത്താവ് എവിടേക്ക് പോണേ? ഹൃദയത്തിലേക്കോ ഉദരത്തിലേക്കോ? ഉദരത്തിലേക്ക്. മറിയത്തിന്റെ ഗർഭത്തിലായിരുന്നു പോലെ നമ്മുടെ ഉദരത്തിൽ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മാംസരക്തങ്ങളായിട്ട് അവൻ ഒന്നാകുന്നു. അപ്പൊ നമ്മുടെ ശരീരവും കർത്താവിന്റെ ശരീരവും രക്തവുമായിട്ട് ഒന്നാകുകയാണ്. അപ്പൊ നമ്മുടെ ശരീരം നമ്മുടെയാണോ? അല്ല. നമ്മൾ ജീവിക്കുന്ന സക്രാരിയാണ്. ആ സക്രാരിക്കുന്ന അതേ കർത്താവാണ് നമ്മിൽ. മറിയത്തിന്റെ ഗർഭത്തിൽ കണ്ട അതേ കർത്താവാണ്. അന്ന് ഓശാനയ്ക്ക് എഴുന്നള്ളിച്ച അതേ കർത്താവാണ് നമ്മിലേക്ക് വരണേ. അപ്പോൾ നമ്മളാണ് ജീവിക്കുന്ന ദേവാലയം. ജീവിക്കുന്ന ദേവാലയങ്ങളായി നമ്മൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെ ദേവാലയം എന്ന് പറയുന്നു ഈ കെട്ടിടം. അതും വിശുദ്ധമായിരിക്കുന്നത് നമ്മൾ അവിടെ ഉള്ളത് കൊണ്ടും അവൻ അവിടെ ഉള്ളത് കൊണ്ടുമാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഈ 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ 200 കോടി ക്രിസ്ത്യാനികൾ, അതിൽ 140 കോടി അവരുടെ ശരീരം എന്ന് പറയുന്നത് മറ്റുള്ള ശരീരം പോലെയല്ല. 140 കോടി കത്തോലിക്കരുടെ ശരീരം മറ്റു മനുഷ്യരുടെ ശരീരം പോലെയാണോ? ഇവരിലെ കർത്താവ് കൗതാശികമായി ഒന്നായിരിക്കല്ലേ? നമ്മുടെ ശരീരം തന്നെ കർത്താവിന്റെ ശരീരമായി രൂപാന്തരപ്പെട്ടിരിക്കല്ലേ? പാപം ചെയ്യുന്നുണ്ടാകാം, അതിന് പരിഹാരങ്ങളൊക്കെ കർത്താവ് സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മളും കർത്താവിന്റെ ഒന്നാകല്ലേ? അപ്പൊ നമ്മുടെ ശരീരം മറ്റു മനുഷ്യരെ പോലെ ശരീരമാണോ? അങ്ങനെ കർത്താവിന്റെ ശരീരവുമായി തീർന്നത് ശരീരം നമുക്ക് പാപത്തിന് ഉപകരണമാക്കാമോ? ഈ വിശ്വാസം ഉപേക്ഷിച്ച് മറ്റു മതസ്ഥരെ കല്യാണം കഴിച്ച് നമ്മുടെ കർത്താവിനെ വഞ്ചിക്കാമോ? ഈ ഓശാനയ്ക്ക് നമ്മൾ ഇതൊക്കെ ചോദിക്കണം. അവനെ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നള്ളിക്കുമ്പോൾ നമ്മളും നമ്മുടെ മക്കളും ഇതൊക്കെ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.